ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു പണിയില്ല, ഒരു 30 സെക്കൻഡ്, അത് അര മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 8 ബിസ്ക്കറ്റാണ്, ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് അടർത്തിയ ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാൽ, അതായത് 1/2 ലിറ്റർ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ആദ്യം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പകുതി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കാരണം മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഓറിയോ കറക്റ്റായിട്ട് ഗ്രൈൻഡ് ആയി കിട്ടില്ല. ഇതിൻ്റെ കൂടെ 3-4 ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഹെർഷ്ലീൻ്റെ സിറപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യണ്ട, ഈ സിറപ്പിലും ചെറിയൊരു മധുരം ഉണ്ടാവും, അതേപോലെ തന്നെ ബിസ്ക്കറ്റിലും ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യരുത്. എന്നിട്ട് ഇത് നല്ലോണം ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുത്ത ശേഷം ബാക്കി പാലും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലോണം ഒരു 1-2 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നാലേ കറക്റ്റ് ആവുന്ന ഇത് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്, നല്ല ഗ്രൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ പാലിൻ്റെ കട്ട യൂസ് ചെയ്യാം, അതേപോലെ തന്നെ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഓറിയോൻ്റെ ബിസ്ക്കറ്റൊക്കെ ഓറിയോ ബിസ്ക്കറ്റിനെ ക്രഷ് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ആ പാൽ ഒഴിച്ച ശേഷം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഈ ഗ്ലാസ്സിലേക്കാണ് ഇപ്പോൾ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാവരും ചോദിക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ജസ്റ്റ് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു രസമാണല്ലോ ഗ്ലാസ്സിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് ഓറിയോൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ഉണ്ടാവുള്ളൂ ഇത് ഷേക്ക്. പക്ഷേ ഇതിപ്പോൾ ഇത്ര ആയതുകൊണ്ട് ഒരു 3 ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് 4 ഗ്ലാസ്സിലേക്ക് എടുക്കാൻ മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓറിയോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ഗ്ലാസ്സിലേയും കൂടി ഞാൻ സെർവ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, 2 മിനിറ്റ് മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.